2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പാലാ നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ KM മാണിയുടെ കുത്തകയായിരുന്നു. ആ നിയോജക മണ്ഡലം പിന്നീട് മകനായ ജോസ് കെ മാണിയുടെ കയ്യിലേക്ക് എത്തിപ്പെടുമെന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ കഴിഞ്ഞ തവണ അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മാണി സി കാപ്പൻ അന്ന് ജോസ് കെ മാണിയെ അട്ടിമറിച്ചു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലും ജോസ് കെ മാണിക്ക് വിജയം നേടാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ജോസ് കെ മാണിയും അതുപോലെ തന്നെ മാണി സി കാപ്പനും തമ്മിലാണ് മത്സരമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഷോൺ ജോർജ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത്. അതായത് 3 ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കാനായിട്ട് എത്തുകയാണ്. 50% ക്രൈസ്തവ വോട്ടുകൾ, 50% ഹിന്ദു വോട്ടുകൾ, അങ്ങനെയാണ് അവിടെ ഉള്ളതെന്നാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല, നേരത്തെ ഈ പറയുന്ന ഷോൺ ജോർജ് അവിടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന 4ഓളം പഞ്ചായത്തുകൾ ഇപ്പോൾ ഈ പുതിയ ഡീലിമിറ്റേഷന് ശേഷം വന്ന പാലാ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പൂഞ്ഞാർ MLA ആയിരുന്ന PC ജോർജ് 31 വർഷം MLA ആയിരുന്ന സ്ഥലത്തെ 6 പഞ്ചായത്തുകളും ഈ പറയുന്ന പാലാ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ടു. അങ്ങനെ BJPക്ക് അനുകൂലമായ ഒരു നിലപാടുണ്ടാകുന്നു. ഒരുപക്ഷെ ഇന്ന് വരെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആൾ അവിടെ മത്സരിച്ചിട്ടുമില്ല. ഇതെല്ലാം കൊണ്ട് അവർക്ക് അനുകൂലമാകുമെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ ജോസ് കെ മാണി പറയുന്നത് മാണിയുടെ ഒരു പാരമ്പര്യം പിന്തുടരാൻ സാധിക്കുമെന്നാണ്. മാണി സി കാപ്പൻ പറഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ജയിച്ച തനിക്ക് ആ വിജയം നേടാൻ കഴിയുമെന്നാണ്. എങ്ങനെയാണ് ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാലാ നിയമസഭാ മണ്ഡലത്തെ നമുക്ക് കാണാൻ കഴിയുക? അല്ല, പാലാ നിയോജക മണ്ഡലം എല്ലാവർക്കും വളരെ കാര്യമായിട്ടുള്ള ശ്രദ്ധയും തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ചർച്ചയ്ക്ക് വരുന്ന ഒരു വിഷയമായിരിക്കും അല്ലേ? കാരണം പാലയ്ക്ക് അങ്ങനെ ഒരു പ്രാമുഖ്യമുണ്ട്. കാരണം പാലയിൽ മാണി സാർ എന്ന് പറഞ്ഞത് നമ്മൾ എത്രയോ കാലം കൊണ്ടാടുന്ന, അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പാരമ്പര്യം ജോസ് കെ മാണിയിലേക്ക് വരും എന്ന് പുറത്തുള്ള ആളുകളൊക്കെ വിചാരിച്ചിരുന്നുവെങ്കിലും ഈ രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ആളുകൾക്ക് അറിയാമായിരുന്നു ജോസ് കെ മാണി തോൽക്കാനുള്ള സാധ്യത മാണി സി കാപ്പൻ തന്നെയായിരിക്കും ജയിക്കുന്നത്. അതങ്ങനെ തന്നെ സംഭവിക്കുകയാണ് ചെയ്തത്. കാരണം മാണി സാറിൻ്റെ ബലം ഈ ജോസിനില്ല എന്നുള്ളതാണ് പ്രശ്നം. അതൊരു പ്രശ്നമാണ്, ചെറുതായിട്ട് നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൈതൃകത്തെ പൂർണ്ണമായ രീതിയിൽ ഇദ്ദേഹത്തിന് ഏറ്റെടുക്കാനായിട്ട് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ജനങ്ങൾ അങ്ങനെ അത് കണക്കാക്കില്ല. അതാണ് അവിടെ ഒരു പരാജയത്തിന് കാരണമായി തീർന്നത്. പക്ഷേ അത് കഴിഞ്ഞു ഇപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ വീണ്ടും വ്യത്യാസങ്ങളെല്ലാം വരുന്നുണ്ട്. ആ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, LDF ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്ന് പറയുന്ന ഒരു പൊതുബോധം നിലനിൽക്കുന്നുണ്ട്. അത് ശരിയോ തെറ്റൊന്നും നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ വിലയിരുത്താൻ പറ്റുകയുള്ളൂ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ പാലയുടെ മാണിക്യത്തിൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് പോയി. അവിടെ ഒരു കുടുംബം ആധിപത്യം നടത്തി. ആ കുടുംബാധിപത്യത്തിൻ്റെ ഭരണമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തിയത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന സിനിജി പറഞ്ഞ കുറേ വിഷയങ്ങൾ ഇതിനകത്ത് വരുന്നത്. പുതിയ പാലാ നിയോജക മണ്ഡലം എന്ന് പറയുന്നതിനെ എങ്ങനെ ഷോൺ ജോർജിനെ സ്വാധീനിക്കാനായിട്ട് കഴിയും. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന സമയത്തുള്ള ചില പഞ്ചായത്തുകളും, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ PC ജോർജ് MLA ആയിരുന്ന പൂഞ്ഞാറിൻ്റെ 6 പഞ്ചായത്തോളം ഇതിനകത്തേക്ക് വരുന്നുണ്ടെന്നാണ്. ഇത് തീർച്ചയായിട്ടും ഷോൺ ജോർജിന് അനുകൂലമായ ഘടകം. ഈ ഷോൺ ജോർജിന് അനുകൂലമായ ഈ ഘടകങ്ങൾ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് ചോദിച്ചാൽ, തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഷോൺ ജോർജിന് വരവോട് സംജാതമാണ്. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഷോൺ ജോർജ് പാലാ നിയോജക മണ്ഡലത്തെ അട്ടിമറിക്കും എന്നുവെച്ചാൽ, ഒരുപക്ഷേ ഷോൺ ജോർജ് ചിലപ്പോൾ അവിടെ ജയിച്ചേക്കാം. BJP ജയിക്കുന്ന ഒരു നിയോജക മണ്ഡലം പാലയെ എങ്ങനെ മാറ്റാനായിട്ട് പറ്റും? പക്ഷെ എനിക്ക് അതിനകത്ത് ഒരു സംശയം തോന്നുന്നത് എങ്ങനെയാ വെച്ചാൽ, ഈ ഫാക്ടേഴ്സൊക്കെ ഷോൺ ജോർജിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് കാപ്പനായിരിക്കും അല്പം പിന്നാക്ക് പോകേണ്ടി വരും. ഇപ്പോൾ മത്സരം എന്ന് പറയുന്നത് ജോസ് കെ മാണിയും ഷോൺ ജോർജും തമ്മിലാകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പാലാ ഉൾപ്പെടുന്ന മണ്ഡലം BJPക്ക് ബാലികേറാൻ മലയായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ന്യൂനപക്ഷ മേഖലയാണല്ലോ. അപ്പോൾ അതിനെ ഉപയോഗിച്ച ഏറ്റവും ആദ്യത്തെ നേതാക്കന്മാരാണ് ഒന്ന് PC ജോർജും അല്ലെങ്കിൽ ഷോൺ ജോർജും. എന്നിട്ട് PC ജോർജിനായിരുന്നു പ്രതീക്ഷ. പക്ഷേ PC ജോർജിനപ്പുറം ഇതിനകത്ത് ഓരോ കാര്യത്തിനകത്തും ഇറങ്ങാനും ഇഴകീറി കാര്യങ്ങൾ പറയാനും ഒരു പക്ഷേ പക്വതയുള്ള ഒരു ചെറുപ്പക്കാരെന്നുള്ള രീതിയിൽ സംസാരിച്ച് ആൾക്കാരുടെ നല്ലൊരു രീതിയിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ഈ ഷോൺ ജോർജ് എന്ന് പറയുന്നത്. അയാൾക്ക് ഭയങ്കര ബുദ്ധി കേട്ടോ. അയാൾ പറയുന്നത് എനിക്ക് പാലയിൽ മത്സരിക്കാം, അയാൾക്ക് വേണം പൂഞ്ഞാർ മത്സരിച്ചാൽ മതി, അടച്ചൻ വളരെ കാലം കൊണ്ട് അവിടെ മത്സരിച്ച് എനിക്ക് പൂഞ്ഞാർ മതി എന്ന് പറയാം. അയാൾ പറഞ്ഞാൽ എനിക്ക്
പാലായിൽ മത്സരിച്ചാൽ മതി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ കേരളം മൊത്തം ക്രിസ്ത്യാനിയുണ്ട്, നമ്മുടെ അടുത്തും ക്രിസ്ത്യാനിയുണ്ട്. പക്ഷേ പാലായിലും ഈ പറയുന്ന സുരേഷ് ഗോപി ജയിച്ചിടത്തും ഒക്കെയുള്ള ക്രിസ്ത്യാനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ശകലം ആഢ്യത്വം, സ്വയം നമ്മൾ പറയത്തില്ല, സ്വയം ആഢ്യത്വമുള്ള, ഞങ്ങൾക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കുക, ആരുടെ അച്ചാരമൊന്നും വേണ്ട, അല്ലെങ്കിൽ ആരെയൊന്നും അംഗീകരിച്ച് പോകുന്ന കാര്യമില്ല, സ്വയം അങ്ങ് തീരുമാനമെടുത്ത് എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഒരു സാധ്യതയില്ലാത്തിടത്ത് നമ്മൾ 2 വട്ടം പരാജയപ്പെട്ടു സുരേഷ് ഗോപി, 3ാമത്തെ വട്ടം ഇവിടുത്തെ ക്രിസ്ത്യാനി തീരുമാനിക്കുന്നു സുരേഷ് ഗോപി ജയിക്കണം, അല്ലെങ്കിൽ അവിടെ ജയിക്കത്തില്ലല്ലോ. അവിടെ BJP ഒന്നും ഇല്ല. അല്ല, ശരിയാണ്, ക്രിസ്ത്യാനി അത് തെളിയിക്കുകയും ചെയ്തു. BJP ഒന്നും ഇല്ല. ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാണി എന്ന് പറയുന്ന ഐക്കണെ 50 കൊല്ലം MLA ആക്കി വെച്ചിരുന്നിടമാണ് ഈ പറയുന്ന പാല. അവിടെ കൊള്ളുകില്ലാത്തവൻ മാണിയുടെ മകനാന്നേലും ജയിപ്പിക്കുന്ന അവസ്ഥ ഇല്ലെന്നുള്ളതാണ്. അതുകൊണ്ട് ആ മാണിയുടെ മകൻ ഇപ്പോഴും രാജ്യസഭ MP ആയിട്ടിരിക്കുന്നത്. അത് മാണിയുടെ മകൻ ബോധ്യമുണ്ട്. എനിക്ക് ഞാൻ പലയിൽ പോയിട്ടുള്ളതുകൊണ്ട് അറിയാം. അവിടെ ഈ മാണിയുടെ മകനെ MP ആയിട്ടിരിക്കുന്ന സമയത്ത് ഇടപെടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇയാളെ പറയുന്നത് തന്നെ അമുൽ ബേബി, അമുൽ ബേബിയാണ് അമുൽ ബേബിയെ. ഞങ്ങൾ എന്താണ് ഇവനെ ജയിപ്പിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാൽ, എന്താണ് ഇവനെ ജയിപ്പിക്കുന്നത്, ഇവനെന്നാണ് വിളിക്കുന്നത്, ഇവനെ ജയിപ്പിക്കും. സാറ് ഞങ്ങളുടെ അടുത്ത് പറയും ഇലക്ഷൻ സമയത്ത് ഞാനാ മത്സരിക്കുന്നതാണ്. അപ്പം മാണി എത്ര വലിപ്പത്തിൽ കാണുന്നെന്ന് പിയേഴ്സൺ മാഷ് മനസ്സിലാക്കണം. ഒരു നിയോജകമണ്ഡലത്തിൽ മോൻ മത്സരിച്ചിട്ട് അവിടെ ചെന്ന് മാണി പറയുക, ഡേ ഞാനാ മത്സരിക്കുന്നത്, വോട്ട് എനിക്ക് തരണമെന്ന് പറയുമ്പോൾ അതിനവർ തയ്യാറാണ്. എന്ന് വെച്ചാൽ മാണി എന്ന് പറയുന്ന ആളിനെ അവർക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഈ പറയുന്ന മാണിയുടെ മകനായിട്ടുള്ള ജോസ് കെ മാണി അവർക്ക് ബോധ്യമില്ല. അവിടുത്തെ ക്രിസ്ത്യാനികൾ ഈ പറയുന്നത് പോലെ BJP കാൻഡിഡേറ്റ്, അവിടുത്തെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇവൻ വേണ്ടത്ര ക്രൈസ്തവത്വം ഇല്ലാത്തവനാണ്. അവരുടെ ഒരു ആഢ്യത്വത്തിന് ഇപ്പം പവർഫുൾ അല്ല. അപ്പം അതുകൊണ്ട് തൊലനം ചെയ്തപ്പോൾ മാനസികാപം ചെയ്തു. വീണ്ടും അവിടെ തൊലനം ചെയ്യുമ്പോൾ അവർ ഈ പറയുന്ന ഷോൺ ജോർജിനെ തന്നെ അവരുടെ ഐക്കണായിട്ട് എടുക്കാനാണ് സാധ്യത. അതുകൊണ്ട് മാണിയുടെ മകനായിട്ടുള്ള അംഗീകാരം വൈകാരികമായിട്ട് കിട്ടണമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് കിട്ടണമായിരുന്നു. കിട്ടിയോ? ഇല്ല. രണ്ടാമത് ഒന്നും കൂടെ അവിടെ പരീക്ഷിച്ചു, ഞാൻ മാണിയുടെ മകനാണ്, വീണ്ടും വൈകാരിക, 2ാമത്തെ വട്ടം മാണി, അതുമായി കിട്ടിയില്ലല്ലോ. അപ്പോൾ 3ാമത് മത്സരിക്കുമ്പോഴും എൻ്റെ ഒരു അവസ്ഥ, മത്സരം 2 പിയേഴ്സൺ മാഷ് പറഞ്ഞ പോലെ ഒരുപക്ഷെ മാണി സി കാപ്പൻ മത്സരത്തിൽ നിന്ന് ഔട്ടാകാം. ഈ പറയുന്ന മാണിയുടെ മകൻ ജോസ് കെ മാണിയും ഈ പറയുന്ന പാലായിൽ ഇപ്പം മത്സരിക്കുന്ന ഷോൺ ജോർജും തമ്മിൽ മത്സരം വരികയും ഷോൺ ജോർജ് ജയിക്കാനുള്ളൊരു സാധ്യതയുമാണ്. കാരണം വേറെ കാര്യമുണ്ട്, ക്രിസ്ത്യാനിക്ക് അവർക്കെല്ലാം ബോധ്യമുള്ളതാണ്. കേരളത്തിൽ അവർക്ക് BJP വരുമോ വരത്തില്ലയോ എന്നുള്ള ആശങ്ക ഇതുവരെയും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. എന്നാൽ അധികാരമുള്ളിടത്ത് എത്ര കണ്ടാലും കാലങ്ങൾ പുറകോട്ട് പരിശോധിക്കുമ്പോൾ അധികാരമുള്ളതിൻ്റെ കൂടെ അവർ നിന്ന് വരുമ്പോൾ അവർക്കറിയാം അടുത്ത കാലത്തെങ്കിലും കേന്ദ്രത്തിൽ BJP മാറിപ്പോകുന്ന ഒരവസ്ഥയില്ല. അപ്പോൾ അധികാരം അവരുടെ കയ്യിലാണ്, കേന്ദ്രത്തിൽ അധികാരം എന്ന് പറഞ്ഞാൽ അറിയാൽ. അപ്പോൾ ആ അധികാരമുള്ള പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരവസ്ഥ അവർക്ക് താല്പര്യമാണ്. പക്ഷെ അതിനൊരു അവസരം വേണം. ആ അവസരത്തിന് പാല ഒരുക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ക്രൈസ്തവർ തയ്യാറാകും. ഈ പറയുന്ന ഷോൺ ജോർജ് BJP കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ നിന്നാൽ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. പിന്നെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഇഴകീറി അങ്ങോട്ട് ഇറങ്ങി പരിശോധിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. തുലോം നിൽക്കുകയാണ്. ഇനി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്കെടുക്കുക. അപ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഈ പാലാ നിയമസഭാ മണ്ഡലത്തിൽ 2019 കണക്കെടുത്തു കഴിഞ്ഞാൽ UDF 51.9% വോട്ട് വീതം അവിടെ ഉള്ളത്. LDF ആയിക്കോട്ടെ 26% വോട്ട് വീതം, NDA 20.6% വോട്ട് വീതം. 2024 എത്തിയപ്പോൾ UDF വോട്ട് വിഹിതം എന്ന് പറയുന്നത് 44.2%. അതായത് ഏതാണ്ട് 9% കുറഞ്ഞു. LDF അത് 33% വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ നേരത്തേക്കാൾ ഒരു 7% വർധനമുണ്ടായി. NDA അത് 19% കുറഞ്ഞു 20-ൽ നിന്ന്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, LDF നേരിയ മുൻതൂക്കമുണ്ട്. അങ്ങനെ മുൻതൂക്കമുള്ളത് വെച്ചിട്ടാണ് ഇപ്പോൾ ജോസ് കെ മാണി വീണ്ടും മത്സരിക്കുന്നത്. അത് വേറെ കണക്ക് കൂടിയാണ്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷം LDF തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം LDF. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ അവിടെ നിൽക്കുന്ന സിറ്റിംഗ് MLA ആയിട്ടുള്ള മാണി സി കാപ്പൻ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല. ആ മണ്ഡലത്തിൽ അവർക്ക് അനഭിമതനായ ഒരു MLA ആയി മാറി എന്നുള്ള ഒരു പൊതുവികാരമുണ്ട്. കാരണം മാണി സി കാപ്പൻ CPM MLA അല്ല. മാണി സി കാപ്പൻ്റെ പാർട്ടിക്ക് അവിടെ വേണ്ട രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ CPM നിന്ന് എതിർപ്പ് വരുന്നുണ്ട്. ആ എതിർപ്പ് CPM അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് എതിർപ്പ്, ആ എതിർപ്പൊക്കെ ഗുണകരമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഈ പറയുന്ന ജോസ് കെ മാണി കരുതുന്നത്. പക്ഷേ മാണി സി കാപ്പനിലേക്ക് പോകേണ്ട വോട്ട് ഷോൺ ജോർജിലേക്ക് തിരിയാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞു. അല്ല, വളരെ കൂടുതൽ. കാരണം ഇതിനകത്ത് ഇപ്പോൾ പിയേഴ്സൺ മാഷ് പറഞ്ഞാൽ തന്നെ ശരി. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞില്ലേ, അവരുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ
കൊള്ളാവുന്നതിനെ മാത്രം തിരഞ്ഞെടുക്കത്തുള്ളൂ എന്നുള്ളതിന് തെളിവാണ് മാണിയുടെ മകനോട് തോറ്റത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അവരേൽപ്പിച്ച മാണി സി കാപ്പൻ കൊള്ളത്തില്ലെങ്കിൽ ഇനിയും തൊല്ലം ചെയ്യുമ്പോൾ ഈ 3 പേര് വന്നാൽ അതിനകത്ത് കൊള്ളാവുന്നവനാര്? അത് ഈ പറയുന്ന പാലായിൽ നിന്ന് ഷോൺ ജോർജിന് അതിനുള്ള സാധ്യതയുണ്ട്. അതായത് പൊതുവെ തെരഞ്ഞെടുപ്പുകൾക്ക് വരുന്നൊരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തി കേന്ദ്രീകൃതം കൂടി ആകുന്നുണ്ട്. നേരത്തെ പാർട്ടി കേന്ദ്രീകൃതമായിരുന്നെങ്കിൽ അപ്പോൾ UDF LDF അല്ലെങ്കിൽ NDA നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെങ്കിലും ഇതാര് എന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിക്ക് പ്രാധാന്യം. ഇതിനകത്ത് വേറെ കണ്ട് ഇവർക്കെല്ലാം സ്വാധീനിക്കാവുന്നതിനപ്പുറം എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് ആർക്കും സ്വാധീനിക്കാത്ത സഭയുടെ കാര്യം വരുമ്പോഴും ഷോൺ ജോർജിനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛനും തിരുമേനിമാരുള്ള ബന്ധമേ ഉള്ളൂ. മാണിയുടെ മകനും ജോസ് കെ മാണിക്കും ഒരുപക്ഷെ അത്രയും ബന്ധം കാണത്തില്ല ഈ മാണി സി കാപ്പന്. അപ്പൊ ഏത് മേഖലയിലായാലും ഇവർ പരസ്പരം തൊല്ലം ചെയ്യുമ്പോൾ വ്യക്തിപ്രവാഹത്തിലായിരിക്കും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഷോണിന് തന്നെയാണ് അവിടെ സാധ്യത. ഷോൺ BJPയുടെ MLA-മാരുടെ ലിസ്റ്റ് അടുത്ത പ്രാവശ്യം ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ലിസ്റ്റാണ് വരുന്നത്. LDF-നെയും അതേപോലെ ജോസ് കെ മാണിയും സഹായിക്കുന്ന ഒരു ഘടകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേരി മുൻതൂക്കം. പക്ഷെ അത് ഇദ്ദേഹത്തിന് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ നോക്കുന്നു മകനെ കാണുന്നില്ല. അങ്ങനത്തെ മുൻതൂക്കം ഏത് കാലത്താണ് വന്നേക്കണത്? LDF അടിഞ്ഞു പോയ സമയത്ത്. അതെ, അതുകൊണ്ടാണ് അവർക്ക് ആത്മവിശ്വാസം കൂടുന്നത്. അപ്പൊ എന്തായാലും LDF ആണോ UDF ആണോ NDA ആണോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണണം. പഴയ കാലത്തെ കണക്കൂടെ എടുത്താൽ ഒരുപക്ഷെ ജോസ് കെ മാണിക്ക് മുമ്പ് KM മാണി എന്ന് പറയുന്ന അതികായൻ അവിടെ എത്രയോ കാലം MLA ആയിരുന്നതാണ്. പക്ഷേ ആ പാരമ്പര്യം നിലനിർത്താൻ കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചിട്ടില്ലെങ്കിൽ ആ പാർട്ടിയുടെ പൂർണ്ണ പരാജയത്തിൻ്റെ ഒരു നാൾ വഴി അത് അവിടെ തുടങ്ങുകയാണെന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ വ്യക്തമാകും. മാത്രമല്ല BJPക്ക് മേൽക്കൈ കിട്ടുകയാണെങ്കിൽ ഷോൺ ജോർജിലൂടെ NDA വലിയ മുന്നേറ്റം നടത്തുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.